മക്കളെ, കീമിൽ ഫാർമസി കോഴ്സുകളുടെ രണ്ടാം റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാം റൗണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ, ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽ നോക്കുക. ആദ്യ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ഫീസ് അടച്ച് ജോയിൻ ചെയ്യുകയും ചെയ്ത കുട്ടികളും, അതേപോലെ ആദ്യ റൗണ്ടിൽ അലോട്ട്മെൻറ്റിൽ ഒന്നും കിട്ടാത്തവരും, ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവരും നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് സെക്കൻഡ് റൗണ്ടിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയവർക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, അതേപോലെ ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടാത്തവരെ, ഇവരെയൊക്കെ രണ്ടാം റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, ഇതിനായിട്ട് കുട്ടികൾ ചെയ്യേണ്ടത് ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറുക, അതിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഹോം പേജിൽ കയറുക, കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ കൺഫർമേഷനെ തുടർന്ന് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മേലെ 5 ഓപ്ഷൻ ഉണ്ട്, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്യാം. വേണ്ടാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട കോളേജുകൾ കൊടുക്കാനും പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അതായത് ഓൾറെഡി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാം. അതിലേതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പുതിയതായിട്ട് വന്ന കോളേജ് മാത്രം ആഡും ചെയ്യാം. ഇത്രയും ചെയ്യാം. ഇതിനുള്ള സമയം സെപ്റ്റംബർ 2-ാം തീയതി വൈകിട്ട് 6 മണി വരെ മാത്രമാണ്. ഇനി ഇതിൻ്റെ എൻഡിൽ ഞാൻ ആ പുതുതായിട്ട് ആഡ് ചെയ്ത 2 കോളേജുകൾ കാണിക്കാം. ആ 2 കോളേജ് മാത്രമേ പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റൂ. ഇനി സെക്കൻഡ് റൗണ്ടിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ കോളേജുകളിലേക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാതിരുന്ന കുട്ടികൾക്കും കൊടുക്കാം. ബിഫാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരികയും ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത കുട്ടികൾക്ക് ഈ 2 ഓപ്ഷൻ, പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട 2 കോളേജ് മാത്രം കൊടുക്കാം. അതിന് നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ്, അതായത് ആദ്യ റൗണ്ടിൽ കുട്ടികൾ രജിസ്ട്രേഷൻ ഫീസൊക്കെ അടച്ചിട്ടാണ് കയറിയിരിക്കുന്നത്, അതേ പ്രൊസീജിയർ നിങ്ങൾ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഫാർമസി കോഴ്സിലേക്ക് ആദ്യ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരും അലോട്ട്മെൻറ്റ് കിട്ടാത്തവരും സെക്കൻഡ് റൗണ്ടിൽ അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. ഇനി ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിനെ തുടർന്ന് കോളേജുകളിൽ ജോയിൻ ചെയ്യുകയും സെക്കൻഡ് റൗണ്ടിലേക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താതിരിക്കുകയും ചെയ്താൽ അവരുടെ ആദ്യ റൗണ്ടിലെ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും. പുതിയ സീറ്റ് കിട്ടില്ല എന്നേ ഉള്ളൂ, പഴയത് നഷ്ടപ്പെടില്ല, അവിടെ തന്നെ ഉണ്ടാവും. ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരെ ഒരു കാരണവശാലും സെക്കൻഡ് റൗണ്ടിൽ പരിഗണിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. ഇനി അതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. 30-ാം തീയതി, ഓഗസ്റ്റ് 30-ാം തീയതി ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും നിലവിലുള്ള ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ആവശ്യമില്ലാത്തവ ഒഴിവാക്കുന്നതിനും പുതിയതായി ഉൾപ്പെടുത്തിയ 2 കോളേജുകൾ ഓപ്ഷനിൽ ആഡ് ചെയ്യാനുമുള്ള സൗകര്യം. അത് ഇന്ന് വരെ ഉണ്ടാവും. സെപ്റ്റംബർ 2-ാം തീയതി വൈകിട്ട് 6 മണി വരെ അതിനുള്ള സമയമുണ്ടാവും. 3-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. ഇനി അതിനുശേഷം 8-ാം തീയതി ഫാർമസി കോഴ്സിലെ 2-ാം റൗണ്ട് ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 3-ാം തീയതി പ്രൊവിഷണൽ വന്നാൽ 8-ാം തീയതിയെ ഫൈനൽ വരും. ഇനി 9-ാം തീയതി തുടങ്ങി 12-ാം തീയതി വരെയാണ് സെക്കൻഡ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീസ് അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പിന്നാലെ വന്നുകൊള്ളും. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, കോളേജിൽ പോവേണ്ടതുണ്ടോ എന്നൊക്കെ പിന്നീട് വരും. ഇനി സെക്കൻഡ് റൗണ്ടിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, CPASന്റെ കീഴിലുള്ള ഏറ്റുമാനൂരെ കോളേജ് 60 സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പുതുപ്പള്ളി കോട്ടയവും 60 സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫാർമസി കോഴ്സുകളിൽ 1-ാം റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഈ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ആദ്യ റൗണ്ടിൽ കിട്ടിയ സീറ്റ് റദ്ദാവും, പകരം പുതിയ കോളേജ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഈ റൗണ്ടിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല, എനിക്ക് പഴയ കോളേജ് മതി എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഓൾറെഡി നിങ്ങളുടെ ഫസ്റ്റ് കോളേജ് പോയിട്ടുണ്ടാവും, പിന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യുകയും വേണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന പുതിയ അപ്ഡേറ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.